ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒരു ക്ലാസ് ഇപ്പം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത് ബേസിക് ഡെഫിനിഷൻസ് ആയിരുന്നു. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ്, നമ്മുടെ ഗ്രാഫിൻ്റെ മൊഡ്യൂളിലെ സെക്കൻഡ് ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രാഫിൻ്റെ ഒരു യൂസസ് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഫോർ ബിസി സ്റ്റുഡൻസ് എന്താണ് ഇതിൻ്റെ മെയിൻ യൂസ് വരുന്നത്? ഇപ്പം നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗ്രാഫ്സ് ആർ extensively used to model social structures based on different kinds of relationships between people or a group of people. These social structures and the graphs that represent them are known as social networks. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ഒത്തിരി ആപ്സ്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഒത്തിരി പേർക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? സോ കോമൺ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഇവരെ കണക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ്, പല രീതിയിലുള്ള കണക്ഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണുന്നത്. സോ നമുക്ക് ആ ഗ്രാഫുകൾ എങ്ങനെ വരുന്നുള്ളത് കാണാം. ഫസ്റ്റ് വൺ ഈസ് അക്വിസ്റ്റേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഗ്രാഫ്സ്. അതെന്തായിരിക്കുമല്ലോ പ്രത്യേകത? അക്വിസ്റ്റേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഗ്രാഫ്സ്. We can use a simple graph to represent whether two people know each other, that is, whether they are acquainted or whether they are friends, either in the real world, in the virtual world, via a social networking site such as Facebook. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട്സ് ആണ്. സോ ആ രണ്ട് പർട്ടിക്കുലർ പേഴ്സൺസ് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആണ് എന്ന് വെച്ച് അവരെ നമുക്ക് കണക്ട് ചെയ്യാം. Each person in a particular group of people is represented by a vertex. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഒരു പേഴ്സൺ ഉണ്ട്, അയാളെ ഇപ്പോൾ നമുക്ക് ഒരു വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് V1. ഒന്നാമത്തെ ആൾ നമ്മുടെ V1 എടുത്തു, രണ്ടാമത്തെ ആൾ നമ്മൾ എടുക്കുവാണ്, ദാറ്റ് ഈസ് V2. ഈ രണ്ട് പേഴ്സ് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കണക്റ്റഡ് ദം ബൈ എ എച്ച്, സോറി ദം ബൈ ആൻ എച്ച്. ഇറ്റ്സ് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക്. An undirected edge is used to connect two people when these people know each other. When we are connected only with acquaintanceship or with their friends, no multiple edges are usually, no loops are used. അപ്പോൾ എന്താ, ഒരാൾക്ക് അയാൾ തന്നെ ഫ്രണ്ടായിട്ട് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ആണ് പറയുന്നത്, അതുകൊണ്ട് ലൂപ്പ് എന്തായാലും വരത്തില്ല. അതുപോലെ തന്നെ ഒരാൾ മറ്റേ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൾട്ടിപ്പിൾ എഡ്ജസ് വരയ്ക്കേണ്ട കാര്യമില്ല. സോ ഇതൊരു സിമ്പിൾ ഗ്രാഫായിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്കത് നോക്കാം. അടുത്ത V1 V3 എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, V3. ഓക്കെ, പക്ഷേ ഈ V2 V3 ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ V4 ഉണ്ടെന്ന് നോക്കാം. വെർട്ടെക്സ് 4 ആണ്, ഫോർത്ത് പേഴ്സൺ. V4 V2 ഫ്രണ്ട്സ് ആണ്, ഈ V1 V4 ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷേ V4 V3 ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് സോഷ്യൽ നെറ്റ്വർക്ക് എടുക്കുവാണെങ്കിൽ കോമൺ ഫ്രണ്ട്സ് ഒക്കെ വരാം, പക്ഷേ എല്ലാവരും ഫ്രണ്ട് ആണെന്നില്ലല്ലോ. അതേ സെയിം കേസാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫ്ലുവൻസ് ഗ്രാഫ്. ഇത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇൻഫ്ലുവൻസ് ഗ്രാഫ്സ്. ഇൻ സ്റ്റഡീസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് certain people can influence the thinking of others. A directed graph called an influence graph can be used to model this behavior. എനിക്ക് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇറ്റ്സ് എ ഡയറക്റ്റഡ് ഗ്രാഫ്. ഇൻഫ്ലുവൻസ് ഗ്രാഫ് ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. സംടൈംസ് എക്സാമിന് നമുക്ക് ചോദിക്കാം എക്സാമ്പിൾസ് എഴുതാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, then continue. Each person of the group is represented by a vertex. There is a directed edge from vertex A to vertex B. When the person represented by vertex A can influence the person represented by the vertex B. This graph does not contain loops and it does not contain multiple directed edges. അപ്പോൾ നമുക്ക് എന്താ, ഇതൊരു സിമ്പിൾ ഡയറക്റ്റഡ് ഗ്രാഫാണ്, മൾട്ടിപ്പിൾ എഡ്ജസോ ലൂപ്സോ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്ന ശ്രദ്ധിക്കണം. There is a directed edge from vertex A to vertex B when the person represented by vertex A can influence the person represented by vertex B. ഡയറക്ഷൻ കൊടുക്കുന്ന ഏത് ബിയിലേക്കാണെന്ന് പറഞ്ഞാൽ എക്ക് ബിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ബിക്ക് ഒരു ചേഞ്ച് വന്നു, അത് ഈ കാരണമാണ്. അതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അവിടെ കുറച്ച് നെയിംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ജസ്റ്റ് വെർട്ടെക്സ് നെയിം എടുക്കാം അല്ലേ. എ ഒരു വെർട്ടെക്സ് ആണ്,
ഓക്കെ, ദെൻ ബി ഒരു വെർട്ടെക്സ് ആണ്, സി ഒരു വെർട്ടെക്സ് ആണ്, ദിസ് വൺ ഈസ് ഡി ആൻഡ് അനദർ വൺ ഈസ് ഇ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയുവാണേ, ഈ ബിയും എയും തമ്മിൽ നമുക്കൊരു ഡയറക്റ്റ് അടിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഫ്രം ബി ടു എ. അതെങ്ങനെയാ? എയിനെ ബി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് സിന്ന് എയിലേക്ക്. അപ്പോൾ എയിനെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ സിന്ന് ഡിയിലേക്ക്, ദെൻ സി ടു ബി ഉണ്ട്, ഡി ടു ബി ഉണ്ട്. ഓക്കെ, ലൈക്ക് ദിസ്, ഇതുപോലെ. അപ്പോൾ നമുക്കിനിപ്പോൾ അതുപോലെ നമുക്ക് അടുത്തൊന്നും വരയ്ക്കാം. ദേ ഡിന്ന് ഇയിലേക്ക് ഇൻഫ്ലുവൻസ് ഗ്രാഫ് നമുക്ക് വരച്ചിട്ടുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ കണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് വൺ, എ കൊളാബറേഷൻ ഗ്രാഫ്. കൊളാബറേഷൻ എന്താ വേർഡ് മീൻ ചെയ്യുന്നത്? കൊളാബറേഷൻ, കൊളാബ്, പരിചയമുള്ള അല്ലേ? അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഒരു കമ്പൈൻ ചെയ്യുന്ന പോലത്തെ ഒരു കേസാണ് കൊളാബ് എന്ന് പറയുന്നത്. കൊളാബറേഷൻ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു മോഡൽ സോഷ്യൽ നെറ്റ്വർക്ക്സ് where two people are related by working together in a particular way. ഒരേ കാര്യത്തിന് വേണ്ടി ഒരു മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ കാര്യം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു മീനിങ്. നമ്മൾ കമ്പൈൻ ചെയ്യുന്ന പോലത്തെ ഒരു കേസാണ്. കമ്പൈൻ അല്ല, എന്തായാലും പറയാം, കുറച്ചുകൂടി അവർ ഒരേ പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി അവർ ഒന്നിച്ച് നിൽക്കുന്നു. അതാണ് കൊളാബ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയാൻ പറ്റുള്ളൂ. കൊളാബറേഷൻ ഗ്രാഫ്സ് ആർ സിമ്പിൾ ഗ്രാഫ്സ് as edges in these graphs are undirected and there are no multiple edges or loops. Vertices in these graphs represent people. Two people are connected by an undirected edge when the people have collaborated. There are no loops nor multiple edges in these graphs. The Hollywood graph is a collaborated graph that represents actors by vertices and connects two actors with an edge if they have worked together on a movie or a television show. അപ്പം ഇത് നമുക്കൊരു ഫേമസ് ഒന്നാണ്. അതായത് രണ്ടാൾക്കാർ, ഇപ്പം ഹോളിവുഡ് ഗ്രാഫ് എന്ന് പറഞ്ഞപ്പോൾ സിനിമ ഫീൽഡ് പോലത്തെ അങ്ങനത്തെ നമ്മൾ ഹോളിവുഡിനകത്ത് എടുക്കുവാണ്. ഒരു ഫിലിമിൽ വർക്ക് ചെയ്ത ആൾക്കാർ, ആക്ടേഴ്സ്, അങ്ങനത്തെ ക്രൂ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമല്ലോ. സോ അതെല്ലാം നമുക്ക് ഒറ്റ ടീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവരൊരുമിച്ച് വർക്ക് ചെയ്തു. സോ അവർ തമ്മിൽ നമുക്ക് ഒരു കൊളാബറേഷൻ ഗ്രാഫ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് കോൾ ഗ്രാഫ്സ്. Graphs can be used to model telephone calls made in a network, such as a long-distance telephone network. In particular, a directed multi-graph can be used to model call graphs where each telephone number is represented by a vertex and each telephone call is represented by a directed edge. ഇത് നമുക്ക് നല്ല യൂസ് വരുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ഗ്രാഫ്സ് നമ്മൾ ഫിലിംസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പോലീസുകാർ കോൾ ട്രാക്ക് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ട് കോൾ പോയി ഇങ്ങോട്ട് കോൾ വന്നു, കോൾ ട്രാക്ക് ചെയ്യില്ലേ, ഫ്രം ടവർ ടു ടവർ, ഇന്ന സെല്ല് ഇതിൽ മൂവ് ചെയ്യുന്ന ഇന്ന ഫോൺ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞ ഫിലിംസിലൊക്കെ കാണാറില്ലേ. അതാണ് നമ്മുടെ കോൾ ഗ്രാഫ് എന്ന് പറഞ്ഞത്. ഇൻ റിയൽ ലൈഫിൽ നമുക്കത് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കേസാണ് ഗ്രാഫിനകത്ത്. അതിപ്പം ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് കോൾ പോകുന്നു. സ്റ്റാർട്ട് ചെയ്ത് ആരാണ് വിളിക്കുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റും ആരാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് എൻഡിങ് പോയിന്റും എടുക്കുന്നു. then അവർക്കിടയ്ക്ക് നമുക്ക് ഡയറക്റ്റഡ് എഡ്ജ് വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കോൾസുകളൊക്കെ നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു കോൾ ഗ്രാഫ് നമുക്ക് വരച്ച് സെറ്റ് ചെയ്യാവുന്ന ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ അങ്ങ് നോക്കിയേക്കാം അല്ലേ, അപ്പോൾ കറക്റ്റ് ആവും. ഇപ്പം നമുക്ക് ഫോൺ നമ്പർ ഒന്നും കറക്റ്റ് എടുത്തില്ല. പിന്നെ ഫോൺ നമ്പർ എന്താ കൊടുക്കുക? ജസ്റ്റ് ഫോൺ നമ്പർ എഴുതാം അല്ലേ. ഓക്കെ, ഇതൊരു ഫോൺ നമ്പറാണെന്ന് നോക്കുക. ചുമ്മാ തോന്നിയ നമ്പർ എഴുതുന്നതാണ്. ദെൻ ഇനി ഒരു ഫോൺ നമ്പർ ഇതുപോലെ. ഇപ്പോൾ ഇതിനാണ് ഞാൻ ഈ വെർട്ടെക്സ് V1 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതുപോലെ അടുത്തൊരു വെർട്ടെക്സ് ഉണ്ട് നമുക്ക് V2. ഇതൊരു ഫോൺ നമ്പറാണ്. ഫോൺ നമ്പറായിട്ട് ഇമാജിൻ ചെയ്തോണം. എനിക്കിപ്പോൾ കാണുന്ന ഫോൺ നമ്പർ എന്ന് അറിയത്തില്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓക്കെ ആദ്യം നമ്മുടെ ഫസ്റ്റ് ഈ പേഴ്സൺ ഇയാൾ V2ലേക്ക് വിളിച്ചു. എന്ത് എമർജൻസി കേസാണേ, വിളിച്ചു. അപ്പോൾ അതെങ്ങനെ V1 നിന്ന് V2ലേക്ക് വിളിച്ചു. ആ കോൾ എൻ്റെ ഉടനെ എന്ത് ചെയ്തു, ഈ V2 V3നെ വിളിച്ചു. ഓക്കെ, V2 V3നെ വിളിച്ചു. എഗെയിൻ എന്ത് ചെയ്തു, V1 എഗെയിൻ ആരെ വിളിച്ചു, V2നെ പിന്നെയും വിളിച്ചു. V2 അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തില്ല നോക്കുക. ദെൻ അപ്പോൾ എന്ത് ചെയ്തു, V4നെ വിളിച്ചു. V4 അപ്പോൾ കോൾ എടുത്തില്ല. എന്ത് ചെയ്തു, V4 തിരിച്ച് വിളിച്ചു.
അപ്പോൾ റിപ്ലൈ കിട്ടിയപ്പോൾ നമ്മുടെ V2 ആരെ തിരിച്ചു വിളിച്ചു, V1 തിരിച്ചു വിളിച്ചു. കണ്ടോ, ഇതുപോലെ വരും. ഇതാണ് നമ്മുടെ കോൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് വായിക്കുക. ആൻഡ് യു ഹാവ് എൻ അസൈൻമെൻറ്റ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടില്ല. സോ ഫസ്റ്റ് ക്ലാസ്സിൻ്റെയും സെക്കൻഡ് ഗ്രാഫിൻ്റെയും കൂടി ഒരു അസൈൻമെൻറ്റ് തരുവാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ പഠിച്ച ഗ്രാഫുകളുടെ 2 എക്സാമ്പിൾസ് ഇത്. ഇപ്പോൾ നമ്മൾ 1-2 ഗ്രാഫുകളുടെ നെയിംസ് പഠിച്ചു. ഇൻഫ്ലുവൻസ് ഗ്രാഫ് പഠിച്ചു, ഫ്രണ്ട്ഷിപ്പ് ഗ്രാഫ് പഠിച്ചു, കോൾ ഗ്രാഫ് പഠിച്ചു. ഇത് നമുക്ക് ഐ തിങ്ക് 2 ഗ്രാഫിൻ്റെയും കൂടെ നെയിംസ് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് 2 എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ ചെയ്യണം. ആ ചെയ്ത് വരച്ച ഗ്രാഫിൻ്റെ പിക്ക് അതൊന്ന് PDF ആക്കിയിട്ട് അസൈൻമെൻറ്റിനുള്ള പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. ആ ഡെഫിനിഷൻസിൻ്റെ, അതായത് സിമ്പിൾ ഗ്രാഫ്, മൾട്ടിഗ്രാഫ്, ഡയറക്റ്റഡ് ഗ്രാഫ്, അങ്ങനത്തെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ കുറച്ച് എക്സാമ്പിൾസ് മീൻസ് ഓരോ സെക്ഷൻ്റെയും സിമ്പിൾ ഗ്രാഫിന് 2 എക്സാമ്പിൾ, സ്യൂഡോ ഗ്രാഫിന് 2 എക്സാമ്പിൾ, മൾട്ടിഗ്രാഫിന്, അങ്ങനെ ഓരോ ഗ്രാഫിൻ്റെയും 2 എക്സാമ്പിൾസ് വീതം കൂടി ചെയ്യുക. ഇൻഫൈനൈറ്റ് ആൻഡ് ഫൈനൈറ്റ് ഗ്രാഫിന് വേണ്ട, അത് നമുക്ക് പോസിബിൾ അല്ല. സോ ഫൈനൈറ്റ് പോസിബിൾ ആണ്, ഇൻഫൈനൈറ്റിൻ്റെ വേണ്ട. സോ ഇൻഫൈനൈറ്റ് ഫൈനൈറ്റും വേണ്ട. ബാക്കി എല്ലാത്തിൻ്റെയും ഓരോ എക്സാമ്പിൾസ്, 2 എക്സാമ്പിൾസും കൂടെ ചെയ്യുക. The next one is web graph. The World Wide Web can be modeled as a directed graph where each web page is represented by a vertex and where an edge starts at the web page A and ends at the web page B if there is a link on opening or pointing to B. അതായത് നമ്മൾ കുറച്ചും പേര് നമ്മൾ ചെയ്തില്ലായിരുന്നു. ഏത് ഗ്രാഫായിരുന്നു നമ്മൾ ചെയ്ത്? ഇൻഫ്ലുവൻസ് ഗ്രാഫ് വരെ സിമിലർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ A എന്ന പേഴ്സൺ Bനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ A നിന്ന് Bയിലേക്ക് അടിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ വെബ് പേജ് Aയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വെബ് പേജ് Bയിലേക്ക് നമുക്കൊരു ലിങ്ക് ഉണ്ടെങ്കിൽ ഇവർക്കിടയ്ക്ക് നമുക്ക് എന്ത് വരയ്ക്കും? ഒരു ഡയറക്റ്റ് എഡ്ജ് വരയ്ക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ A എന്നുള്ള വെബ് പേജ്, ഇത് നമ്മുടെ B എന്നുള്ളത്. ഇവിടെ നമുക്കൊരു കാര്യം സിയും കൂടെ കൊടുത്തിരിക്കാം. നമുക്ക് 3 വെർട്ടെക്സ് ഉണ്ട്. ഈ 3 വെർട്ടെക്സ് എന്താണ്? ഓരോരോ വെബ് പേജുകളാണ്. അപ്പോൾ Aയിൽ നിന്ന് Bയിലേക്ക് ഓപ്പൺ ആവുന്ന ലിങ്ക് ഉണ്ടെങ്കിൽ Aയും Bയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഡയറക്റ്റ് എഡ്ജ് വരുന്നു. ദെൻ അതുപോലെ Bയിൽ നിന്ന് Cയിലേക്ക് ആകുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നു. ഇതുപോലെ നമ്മൾ വരയ്ക്കുന്നതാണ് നമുക്ക് വെബ് ഗ്രാഫ് എന്ന് പറയുന്നത്. Then citation graph can be used to represent citations in different types of documents, including academic papers, patents, and legal opinions. In such graphs, each document is represented by a vertex and there is an edge from one document to second document if the first document cites the second in its citation list. അതായത് ഒന്നും എന്നിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന കേസുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പേറ്റൻസ്, ലീഗൽ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കുമ്പോൾ ഓരോ ആൾക്കാരോട് നമുക്ക് ലിങ്കിങ് വരില്ലേ? ഒരു ഡോക്യുമെൻറ്റ് അടുത്ത ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നു, ഒന്നൊന്നിലേക്കുള്ളൊരു പോയിൻറ്റിങ് ആയിട്ട് വരികയില്ലേ? അങ്ങനത്തെ കേസുകളാണ് നമുക്ക് ഈ citation ഗ്രാഫിനകത്ത് വരുന്നത്. അപ്പം ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, ആ ഫയൽ നമുക്ക് അടുത്തൊരു ഫയലിലേക്ക് ഒരു ഓപ്പണിങ് കിട്ടുന്നു. സോ അങ്ങനെ നമുക്ക് ഒന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് citation ഗ്രാഫിന് എക്സാമ്പിൾ വരുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾസ്, ഇപ്പം ഇത്രയും കാര്യങ്ങൾ എക്സാമ്പിൾസാണ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് വെക്കേണ്ടത്. ഓക്കെ.